പ്രഥമ തെരഞ്ഞെടുപ്പ് അഗ്നിപരീക്ഷയായിരുന്നെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തമാക്കുന്നതായിരുന്നു രണ്ടാം തെരഞ്ഞെടുപ്പ്. ഇന്ത്യയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ തന്നെയാണ് 1957 തെരഞ്ഞെടുപ്പിനും ചുക്കാൻ പിടിച്ചത്. തെരഞ്ഞെടുപ്പിൽ നിരവധി രസകരമായ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. 1957 ഇന്ത്യയിലെ രണ്ടാമത്തെ പൊതുതിരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള സുകുമാർ സെന്നിന്റെ റിപ്പോർട്ടിൽ നിരവധി കൌതുകകരമായ വസ്തുതകളാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. ആ സംഭവങ്ങൾ ഇങ്ങനെ: ന്യൂഡൽഹി പാർലമെന്റ് മണ്ഡലത്തിൽ കർത്താവായ യേശുക്രിസ്തു എന്ന പേരിൽ ഒരു സ്ഥാനാർത്ഥി തന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എന്നാൽ സെക്യൂരിറ്റി നിക്ഷേപിക്കാത്തതിനാൽ സൂക്ഷ്മ പരിശോധനയ്ക്കിടെ യേശുക്രിസ്തുവിന്റെ സ്ഥാനാർത്ഥിത്വം തള്ളി. ബീഹാറിലാകട്ടെ ഒരു പോളിംഗ് സ്റ്റേഷനിൽ ഒരു വൃദ്ധ വോട്ടർ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ കാണണമെന്നാവശ്യപ്പെട്ടു. ഏറെ അനുനയിപ്പിച്ചതിനു ശേഷമാണ് വോട്ടർ വോട്ട് ചെയ്യാൻ തയ്യാറായത്. ഗാന്ധിജിക്കും നെഹ്റുവിനും വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉത്തർപ്രദേശിലെ ഒരു പോളിംഗ് സ്റ്റേഷനിൽ വോട്ടർമാർ എത്തിയത്. മദ്രാസിലെ ഒരു വോട്ടറാകട്ടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ സുകുമാർ സെന്നിനെ വോട്ട് ചെയ്യുകയുള്ളൂ എന്ന് ശാഠ്യം പിടിച്ചു. ഒരു മാസത്തിലേറെയായി പാർട്ടികളെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചരണം കൊണ്ട് തന്നെ ഉപദ്രവിക്കുകയായിരുന്നു എന്നാണ് വോട്ടറുടെ പക്ഷം. ഒരു പിന്നോക്ക ജില്ലയിൽ വിശ്വാസിയായ ഒരു വോട്ടർ ബാലറ്റ് പെട്ടികൾക്ക് മുന്നിൽ പ്രാർത്ഥിച്ച ശേഷമാണ് വോട്ട് ചെയ്തത്. വോട്ടെണ്ണൽ സമയത്ത് തുറന്ന ചില ബാലറ്റ് പെട്ടികളിൽ സ്ഥാനാർത്ഥികൾക്ക് ആശംസാ സന്ദേശവും ചീത്തവിളിയും തുടങ്ങി സിനിമാ താരങ്ങളുടെ ചിത്രങ്ങൾ, നാണയങ്ങൾ, കറൻസി നോട്ടുകൾ തുടങ്ങിയവയെല്ലാം ലഭിച്ചിരുന്നു. ഇങ്ങനെ ബാലറ്റ് പെട്ടിയിൽ ലഭിച്ച പണം കമ്മീഷൻ ട്രഷറിയിലേക്ക് അടച്ചു. വോട്ട് ചെയ്യാൻ വരാത്ത അമ്മയുടെ സ്ഥാനത്ത് വോട്ടറല്ലാത്ത ഭാര്യയെ വോട്ട് ചെയ്യിക്കണമെന്നായിരുന്നു രാജസ്ഥാനിലെ ഒരു വോട്ടർ പ്രിസൈഡിംഗ് ഓഫീസറോട് ആവശ്യപ്പെട്ടത്. തന്റെ വീട്ടുകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഭാര്യയാണെന്നും അമ്മയല്ലെന്നുമായിരുന്നു വോട്ടറുടെ വിശദീകരണം. 2.5 അടി മാത്രം പൊക്കമുള്ള ഒറീസയിലെ ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ സ്റ്റൂളുമായാണ് എത്തിയത്. പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് പരസഹായമില്ലാതെ വോട്ട് ചെയ്യാനും തന്റെ വോട്ട് ഉറപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു ഇത്. ഉത്തർപ്രദേശിലെ ഒരു മണ്ഡലത്തിൽ 2 ഭാര്യമാരുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് പ്രചാരണ സമയം കുറച്ച് കടുപ്പമായിരുന്നു. ആദ്യ ഭാര്യയോട് വിശ്വസ്തത പുലർത്താത്ത ഇയാൾ പാർട്ടിയോട് എങ്ങനെ വിശ്വസ്തത പുലർത്തുമെന്നായിരുന്നു വോട്ടർമാരുടെ ചോദ്യം. തിരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാരെല്ലാം ഇയാൾക്കെതിരായി. ഉത്തർപ്രദേശിൽ 115ഉം 112ഉം വയസ്സുള്ള മുസ്ലിം ദമ്പതികൾ വോട്ട് ചെയ്യാൻ ഉത്സാഹത്തിലായിരുന്നു. മക്കളും പേരക്കുട്ടികളും ചേർന്ന് ചുവന്നുകൊണ്ടാണ് ഇവരെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിച്ചത്. മദ്രാസിൽ പൂർണ്ണ ഗർഭിണിയായിരുന്ന ഒരു വോട്ടർ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന ദൃഢനിശ്ചയത്തിലായിരുന്നു. വോട്ട് ചെയ്ത് കഴിഞ്ഞ ഉടൻ അവർ ഒരു കുഞ്ഞിന് ജന്മം നൽകി. മദ്രാസ്, മൈസൂർ, ഒറീസ എന്നിവിടങ്ങളിൽ ഏതാനും വോട്ടർമാർ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വോട്ട് നൽകുന്നതിനായിരുന്നു ശ്രമം. ഇവർ ബാലറ്റ് പേപ്പറുകൾ കഷ്ണങ്ങളായി കീറി ഓരോ സ്ഥാനാർത്ഥിയുടെയും ബാലറ്റ് ബോക്സിൽ ഓരോ കഷ്ണം പേപ്പർ വീതം നിക്ഷേപിച്ചു. ഇത്തരത്തിൽ നിരവധി നർമ്മ മുഹൂർത്തങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രം. ഇലക്ഷൻ ഡെസ്ക്, ദൂരദർശൻ.